ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. PS ജീവിതത്തിൻ്റെ അവസാന കാലം, അദ്ദേഹത്തിൻ്റെ അസ്തമനകാലം കഴിച്ചുകൂട്ടിയ വേലിക്കകത്തെ, തിരുവനന്തപുരത്തെ വേലിക്കകത്തെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയാണിത്. ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്കും ദർബാർ ഹാളിൽ നിന്ന് ആലപ്പുഴയിലേക്കുമാണ് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് അവസാനമായി അദ്ദേഹം ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. കുടുംബത്തിനൊപ്പം അദ്ദേഹം VS അവസാന കാലം ചെലവഴിച്ച തിരുവനന്തപുരത്തെ വേലിക്കകത്തെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ജനങ്ങൾ ഇത്രയേറെ ഏറ്റുവിളിച്ച രണ്ടക്ഷരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. രണ്ട് അക്ഷരം കൊണ്ട് അവരുടെ മനസ്സിലെ എല്ലാ വികാരങ്ങളും ജനങ്ങൾ എന്നും പ്രകടിപ്പിച്ചിരുന്നു. സ്നേഹം, പോരാട്ടം, ആത്മവിശ്വാസം, അതെല്ലാം പ്രകടിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് രണ്ടക്ഷരം മതിയായിരുന്നു. അത് VS എന്നതായിരുന്നു. അതിനെ എപ്പോഴോ ഏതോ മാധ്യമം VS, ഞങ്ങൾ ശരിയാണ് എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്നു. VS എന്നത് ഞങ്ങൾ ശരിയാണ് എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേര് കൂടിയായിരുന്നു. നമ്മൾ മലയാളികൾക്ക് ആ VS തൻ്റെ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക്. ദർബാർ ഹാളിൽ അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. PMGയിൽ നിന്ന് ദർബാർ ഹാൾ വരെ അധികം ദൂരമില്ല. ആ വഴിയിലെല്ലാം അദ്ദേഹത്തെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നവരുടെ നിരയുണ്ട്. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ കണ്ണേ കരളെ VS എന്ന ആ ഒരൊറ്റ വിളിയിൽ കേരളം തങ്ങളുടെ സ്നേഹം മുഴുവൻ VSനോട് കാണിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല ആ മുദ്രാവാക്യം ഏറ്റു വിളിച്ചിട്ടുള്ളത്. VSനെ ഇഷ്ടമുള്ളവരൊക്കെ വിളിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ഇതാ VS പോകുന്നു. CPMൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, പുന്നപ്ര വയലാറിൻ്റെ പുത്രൻ, സ്വാതന്ത്ര്യ സമര സേനാനി, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPMൻ്റെ സമുന്നതനായ നേതാവ്, അങ്ങനെ VS അലങ്കരിക്കാത്ത പദവികൾ വളരെ കുറവാണ്. ആ പദവികൾക്കൊക്കെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പദവി ജനഹൃദയങ്ങളിലായിരുന്നു. ജനനായകൻ എന്നതായിരുന്നു, ഞങ്ങളുടെ നേതാവ് എന്നതായിരുന്നു അദ്ദേഹം അലങ്കരിച്ച ഏറ്റവും മഹത്തായ പദവി. ആ പദവി ഒരിക്കലും അദ്ദേഹത്തിന് ഒഴിയേണ്ടി വരുന്നില്ല. ആ പദവിയിൽ നിന്ന് ഒരിക്കലും മാറേണ്ടി വരുന്നില്ല. മറ്റെല്ലാ പദവികളും ഒഴിഞ്ഞ് വിശ്രമജീവിതം നയിച്ചപ്പോഴും VS എന്ന ജനനായകൻ, VS എന്ന നേതാവായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ VSനാണിപ്പോൾ കേരളം യാത്രാമൊഴി നൽകുന്നത്. ധീരസഖാവേ, വീരസഖാവേ എന്ന് വിളിച്ചുകൊണ്ട് എത്ര വേദികളിലേക്ക് അദ്ദേഹം കയറി ചെല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം നിശ്ചേതനായി അദ്ദേഹം മടങ്ങുകയാണ്. ആ വിളികൾക്ക് നടുവിലൂടെ തന്നെ അദ്ദേഹം ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര. ദർബാർ ഹാളിൽ ഉച്ച തിരിയുന്നത് വരെയാണ് അവിടെ പൊതുദർശനം അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. മഴയുണ്ട്.
ഇപ്പോൾ പോലും നമ്മൾ കാണുന്നത് ആ വിലാപയാത്ര ആളുകൾക്കിടയിലൂടെ ആളുകളുടെ വേഗത്തിൽ മാത്രം കടന്നു പോകുന്നതാണ്. അത്രയും വേഗത്തിലേ പോകാൻ കഴിയൂ. കാരണം VSനെ കാണാൻ അത്രയേറെ ആളുകൾ ആ വഴിയോരത്തൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട VS. രണ്ട് നേതാക്കളെ മാത്രമേ ഒരുപക്ഷെ കേരളത്തിൽ കുട്ടികൾ വരെ പേര് വിളിച്ച് കേട്ടിട്ടുള്ളൂ. അതൊന്ന് VS എന്നും ഒന്ന് ഉമ്മൻചാണ്ടി എന്നാണ്. കുട്ടികൾക്ക് പോലും അവരുടെ സ്വന്തം, അവർക്ക് സ്വന്തം എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ജീവിതം മുന്നിൽ വെച്ചതുകൊണ്ട് തന്നെയാണ് VS ഇപ്പോഴും VS ആയും ഉമ്മൻചാണ്ടിയായും നിലനിൽക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പല പല വിളികൾ കൂടെ ചേർത്ത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ VSന് രണ്ടക്ഷരമേ ഉള്ളൂ VS. അത് VSൻ്റെ പ്രായമുള്ളവർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കും വരെ VSന് ആ രണ്ടക്ഷരം മതിയായിരുന്നു. VS എന്ന് നീട്ടി വിളിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഇന്നാട്ടിൽ എല്ലാവർക്കും VS നൽകിയിരുന്നു. ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട സർക്കാരിനെ പ്രതിനിധീകരിച്ച് സർക്കാരിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും അവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് ഉദ്യോഗസ്ഥ മേധാവി, ചീഫ് സെക്രട്ടറി ഡോക്ടർ B ജയതിലക് വരെയുള്ള എല്ലാവരും അവിടെയുണ്ട്. ഇപ്പോൾ തന്നെ വലിയ ഒരു ആൾക്കൂട്ടത്തെ നമുക്കവിടെ കാണാം. പക്ഷേ അവിടെ എല്ലാം വളരെ കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ VSനെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 2019 VS ഒരു പരിപാടിക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തി. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സ്ട്രോക്ക് വരികയായിരുന്നു. പിന്നീട് നമ്മൾ VSനെ അധികം കേട്ടിട്ടില്ല. പിറന്നാൾ ദിവസമൊക്കെ VSനെ കാണാറുണ്ടെങ്കിൽ പോലും അദ്ദേഹം അധികം സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. പക്ഷേ VSൻ്റെ വാക്കുകളെല്ലാം നമ്മുടെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നതിൻ്റെ തെളിവ്. 6 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ VSൻ്റെ വാക്കുകൾ നമ്മുടെയൊക്കെ ചെവികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭരണാധികാരിയായിരുന്നപ്പോൾ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ, അതൊന്നുമല്ലാതിരുന്നപ്പോഴൊക്കെ VS പറഞ്ഞ വാക്കുകൾ, ഓരോ സന്ദർഭത്തിലും പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ചെവികളിൽ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ മുഴങ്ങുകയാണ്. VS എന്ന 2 വാക്കിന് വിപ്ലവ സൂര്യൻ എന്നതിനപ്പുറത്തേക്ക് ആളുകൾക്ക് പ്രതീക്ഷ എന്നൊരർത്ഥം കൂടി ഉണ്ടായിരുന്നു. വിപ്ലവ സൂര്യൻ എന്നൊക്കെ ആളുകൾ പറയുമായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാരുടെ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹം എന്നും സാധാരണക്കാരനൊപ്പം നിന്നു, സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നു. VSന് ബോധ്യപ്പെടുക എന്നതിനപ്പുറത്തേക്ക് ആ ആവശ്യത്തിന് പ്രത്യേകിച്ച് യാതൊരു മാനദണ്ഡവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബോധ്യപ്പെട്ട വിഷയങ്ങളിൽ എന്നും ഒരു ശരിയായി, ആ വിഷയത്തിലെ ഏറ്റവും വലിയ ശരി എന്താണോ അതിനൊപ്പം തന്നെ VS നിന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മിഥുൻ, നമുക്കൊക്കെ നടക്കാൻ എത്ര കഴിയുമോ അതിലും വേഗത്തിൽ നടന്നിരുന്ന ആളാണ് VS. എപ്പോഴും VS വേഗത്തിൽ നടക്കുമായിരുന്നു, ഏതു മലയും കയറുമായിരുന്നു. ഇപ്പോൾ ഒടുവിൽ VSൻ്റെ യാത്രയ്ക്ക് അകമ്പടിയായി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരും ഒപ്പം നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശ്രീജ, മുദ്രാവാക്യം വിളികളോടുകൂടി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹത്തോടൊപ്പം MA ബേബി, ഒപ്പം തന്നെ CP സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ, KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ വലിയ മുദ്രാവാക്യം വിളി, തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവർ വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയ നേതാവിനെ യാത്ര അയക്കുന്നതിന് വേണ്ടി അവർ പുറകെ ഓടുകയാണ്. അത്തരത്തിൽ ഓടി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രത്തോളം വാഹന വ്യൂഹം കുറച്ചുകൂടി ഇവിടെ നിന്ന് സ്പീഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോഴും ഇവർ അത്രത്തോളം വാഹനത്തിനൊപ്പം ഓടിയെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അല്പം കൂടി വേഗത്തിൽ ഇപ്പോൾ VSനെയും കൊണ്ടുള്ള ആംബുലൻസ് മുന്നിൽ പോവുകയാണ്. ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അകമ്പടിയുമായി കൂടെയുണ്ട്.